വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു. ഇന്ന് നമുക്ക് ടൊമാറ്റോ പിക്കിൾ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാളംപുളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. ഈ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഉണക്കമുളക് വേണം, കറിവേപ്പിലയും ഉണ്ടെങ്കിൽ കറിവേപ്പിലയോടെയും ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ കായത്തിൻ്റെ പൊടി, 1.5 ടേബിൾ സ്പൂൺ കടുക്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി പിക്കിളാക്കാന്ന്. ഇനി നമുക്ക് ടൊമാറ്റോ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തക്കാളിയും വാളംപുളിയും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് തക്കാളി ഇടാം. തക്കാളി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിലേക്ക് വാളംപുളി ചേർക്കുക. വാളംപുളി ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തക്കാളി വേവിച്ചെടുക്കുക. തീ നന്നായിട്ട് കൂട്ടിയിടരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെള്ളമൊക്കെ പറ്റിയിട്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ എന്ത് സാധനവും മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറാണ്ട് അരച്ചെടുക്കരുത്. ഇങ്ങനെ ചൂടോട് കൂടിയിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മേത്തേക്ക് തെറിക്കും. ഇനി നമുക്ക് ഉലുവയൊന്ന് വറുത്തെടുക്കുക. ഉലുവ വറുത്തെടുക്കുമ്പോൾ എണ്ണ ഒഴിക്കാണ്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉലുവ ഈ ചൂടായ പാനിലേക്ക് ഇടാം. ഫ്രഷ് ആയിട്ടുള്ള കായാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കായ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം കായം മതിയാവും. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. ഈ ഉലുവ നല്ലൊരു ചുവന്ന കളറാവണം. നന്നായിട്ട് ചൂടായിട്ട് ഒരു റെഡ് കളറായിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് മാറ്റാം. ഇനി ഉലുവ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയും വാളംപുളിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഈ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. ചൂടായ ഓയിലിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയോടെയും ചേർക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഉണക്കമുളക് ചേർത്ത വഴിക്ക് തന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കണം. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അച്ചാറാകുമ്പോൾ മുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഈ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തക്കാളി വേവിച്ച് അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ച് വെച്ചേക്കണ ഉലുവയുടെ പൊടി ചേർക്കാം. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടിക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഉലുവയുടെ പൊടി എപ്പോഴും കുറച്ച് ചേർത്താൽ മതി. ഉലുവയുടെ പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ചെറുതായിട്ടൊരു കൈപ്രസ് ഉണ്ടാവും. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം.
ഇനി എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരണം. അതിന് എണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അച്ചാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല. അപ്പോൾ അച്ചാർ കുറച്ച് നാൾ വരെ കേടാവാതിരിക്കും. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാളംപുളി ചേർക്കുമ്പോൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി ചേർക്കണം. അച്ചാറിന് കുറച്ച് നല്ല പുളി വേണം. തക്കാളിയുടെ പുളി ഉണ്ടായിരുന്നാലും അച്ചാറിന് അത്രയ്ക്ക് പുളി പോരാ. അപ്പോൾ അതുകൊണ്ട് പുളിക്കനുസരിച്ചിട്ട് വാളംപുളി ചേർക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.